കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണു. കൂലാഞ്ഞിയിൽ പത്രോസിന്റെ പുരയിടത്തിലെ കുടിവെള്ളക്കുളത്തിലാണ് രാത്രിയോടെ കാട്ടുകൊമ്പൻ വീണത്. നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. കോട്ടപ്പടി പഞ്ചായത്തിലെ മുട്ടത്തുപാറക്ക് സമീപം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കുടിവെള്ളക്കുളത്തിലാണ് കാട്ടുകൊമ്പൻ വീണത്. കിണറ്റിൽ വീണ ഈ ആന വളരെ അപകടകാരിയാണെന്നും ഇതിനെക്കൊണ്ട് നാട്ടുകാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ ആന പ്രശ്നക്കാരനായ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മയക്കുവെടി വെച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റാനുള്ള മാർഗ്ഗമാണ് നമുക്ക് ഇതിൻ്റെ സ്വീകരിക്കേണ്ടത്. അധികാരികളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും നമുക്കൊരു വെട്ടമടിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെട്ടത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു ശല്യക്കാരനായിട്ടുള്ള ആനയാണ്. ഞാൻ തന്നെ 2 മാസം കിടപ്പിലാതാണ് ഈ ആന എന്നെ ഓടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഈ ആനനെ മയക്കുവെടി വെച്ച് ഈ പ്രദേശത്തു നിന്ന് തന്നെ മാറണം. കാരണം ഇത്രയും ഇനിയിപ്പോൾ അപകടമായിട്ട് നിലയിൽ ഈ ആന കിടക്കുന്നു. ആനയ്ക്ക് നല്ല പരിക്കുകൾ കാര്യങ്ങളുണ്ട്. ഈ ആന ഇവിടെ തന്നെ തുറന്നു വിട്ടാൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വീണ്ടും ഇത് വലിയൊരു ശല്യവും വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗ്ഗം തന്നെയാണ്. പല ആവശ്യങ്ങൾക്കുമായി തങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള കിണറ്റിലാണ് ആന വീണത്. ഇതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ഈ ആനയെ മയക്കുവെടി വെച്ച് ഇവിടെ നിന്നും മാറ്റണമെന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നു, ആന പ്രശ്നക്കാരനാണ്. നമ്മളിവിടെ എപ്പോഴും ശല്യക്കാരനായിട്ടുള്ള ആനയാണ് നമ്മളിവിടെ കിണറ്റിൽ കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒന്ന് അത്യാവശ്യമായിട്ട് ഈ കിണറിൽ ആന കരികൊണ്ട് പോകുന്നതിന് മുമ്പ് ഈ കുടിയുടമസ്ഥ, അതായത് 10-20 പേരോളം വെള്ളം കുടിക്കുന്ന ഒരു പ്രദേശം ഒരു കിണറാണ്. അപ്പോൾ ഈ കിണറിൽ കിണറിടിച്ച് ആനയെ കയറുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ ചെക്ക് ലീഫ് നമുക്ക് തന്നതിന് ശേഷമാണ് JCB ഉൾപ്പെടെ മറ്റ് വാഹനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കടത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ശക്തമായ പ്രതികരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.